CPI മുതിർന്ന നേതാവ് KE ഇസ്മായിലിന് സസ്പെൻഷൻ. എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയുടെ മരണത്തിൽ പാർട്ടിയെ പഴിചാരി പ്രസ്താവന നടത്തിയതിനാണ് നടപടി. CPI പാലക്കാട് ജില്ലാ കൗൺസിൽ എടുത്ത നടപടി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. നടപടി അറിഞ്ഞിട്ടില്ലെന്നും നടപടിയെടുത്താലും കമ്മ്യൂണിസ്റ്റായി തുടരുമെന്നും KE ഇസ്മായിൽ പറഞ്ഞു. 6 മാസത്തേക്കാണ് മുതിർന്ന നേതാവ് KE ഇസ്മായിലിനെ CPI ജില്ലാ കൗൺസിൽ സസ്പെൻഡ് ചെയ്തത്. CPI ദേശീയ സമിതി അംഗമായിരുന്ന KE ഇസ്മായിൽ പ്രായപരിധി മാനദണ്ഡമായതോടെയാണ് ദേശീയ സമിതിയിൽ നിന്ന് ഒഴിവായത്. പ്രായപരിധി CPI സംസ്ഥാന കമ്മിറ്റിയിലെത്താനും സെക്രട്ടറിയാവാനും തടസ്സമായി. കാനം രാജേന്ദ്രനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ച കാലത്ത് KE സംസ്ഥാന സെക്രട്ടറിയാവാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. കഴിഞ്ഞ കുറച്ചുനാളായി KE ഇസ്മായിലിനും പാർട്ടിക്കുമിടയിൽ അകൽച്ചയുണ്ടായിരുന്നു. KE പക്ഷക്കാരനും CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന രാജുവിൻ്റെ മരണത്തിൽ കുടുംബാംഗങ്ങൾ പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. കുടുംബത്തിൻ്റെ പരാമർശം KEയും ഏറ്റുപിടിച്ചതാണ് സസ്പെൻഷന് ഇടയാക്കിയത്. നിലവിൽ KE ഇസ്മായിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി ക്ഷണിതാവായതുകൊണ്ടാണ് പാലക്കാട് ജില്ലാ കൗൺസിൽ നടപടിയെടുത്തത്. നടപടി അറിഞ്ഞിട്ടില്ലെന്നും നടപടിയെടുത്താലും കമ്മ്യൂണിസ്റ്റായി തുടരുമെന്നും KE ഇസ്മായിൽ പ്രതികരിച്ചു. ചാനലുകളിൽ എന്നെക്കുറിച്ചൊരു വാർത്ത കാണാനിടയായി. ചില സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ചാനൽ വെച്ചത്. നോക്കിയപ്പോൾ എല്ലാ ചാനലിലും ആണ് വാർത്തയുണ്ട്. ആ വാർത്തയെ എൻ്റെ ശ്രദ്ധയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർത്തമാനവും ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പാർട്ടിയിൽ നിന്ന് അങ്ങനെ ഒരു അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലല്ലോ? ഇല്ല, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്, ലഭിച്ചിട്ടില്ലെന്ന്. പിന്നെ വെറുതെ വിശദാംശങ്ങളിലേക്കൊന്നും പോകണ്ട. 55 കൊല്ലമായിട്ട് പാർട്ടി 55ാമത്തെ വർഷം 1955 മുതൽക്ക് തുടങ്ങിയതാണ്. 70 കൊല്ലമായി. ഞാനിപ്പോഴും എപ്പോഴും പാർട്ടിയാണ്, മരിക്കുന്നവരെയും പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയ രീതിക്ക് പ്രതികരണം നടത്തിയെന്നാണ് പറയുന്നത്. അത് പിന്നീട് വരട്ടെ. അതെന്താ കഥ എനിക്കറിയില്ല. നിങ്ങൾ അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഒന്നും പറയുന്നില്ല. ഇതിൽ കവിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല. തീരുമാനമെടുത്തതിന് ശേഷം നേതാക്കൾ ആരും വിളിച്ചിട്ടൊന്നുമില്ല. അറിയില്ല. ഈ വാർത്തകളുടെ കാര്യം വിളിച്ചിരുന്നോ? വാർത്തകളുടെ കാര്യം വിളിച്ചിരുന്നു. ഒരുപാട് സഹാക്കൾ വിളിക്കുന്നുണ്ട്. അത് ഈ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും വിളിക്കുകയാണ്. ഞാനും കണ്ടു എന്ന് അവരോട് പറയുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.